കുറച്ചധികം നിരൂപകർ സംവിധാനത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നിരൂപകൻ നല്ലൊരു സംവിധായകനായിരിക്കുമോ? ഇപ്പോൾ ലോക സിനിമ എടുത്തു കഴിഞ്ഞാൽ ഫ്രഞ്ച് നവതരംഗം എന്ന് പറഞ്ഞ സിനിമ പ്രസ്ഥാനം തന്നെ ഉടലെടുക്കുന്നത്, അതായത് നമ്മുടെ പരമ്പരാഗത കാഴ്ച സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് അത് 60കളിൽ വന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ലോക സിനിമയെ തന്നെ മാറ്റിമറിച്ചൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം കഹേ ദു സിനിമ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണം തുടങ്ങി വെച്ച ഒരു മാറ്റമാണ്, വിപ്ലവമാണത്. ആ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിരുന്ന, അതിൻ്റെ എഡിറ്റർ അടക്കമുള്ള അതിൽ എഴുതിയിരുന്ന ആൾക്കാരാണ് പിൽക്കാലത്ത് വലിയ വലിയ മാസ്റ്റേഴ്സായിട്ട് മാറിയിട്ടുള്ള ആന്ദ്രേ തർക്കോവ്സ്കി അല്ലെങ്കിൽ ആന്ദ്രേ ബാസിൻ, ഗോദാർദ് എന്നൊക്കെ പറയുന്ന ചലച്ചിത്ര ഇതിഹാസങ്ങൾ. അപ്പോൾ ചലച്ചിത്ര നിരൂപകർ സിനിമ സംവിധായകരാകുന്നതൊരു പുതിയ കാര്യമല്ല. അത് ഇന്ത്യയിലാതെ ആയിക്കോട്ടെ, ബുദ്ധദേവദാസ് ഗുപ്ത അടക്കമുള്ള ഒരു വലിയ തലമുറയുണ്ട്. പിന്നെ മലയാളത്തിൽ വിജയ് സാർ അടക്കമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനകത്തൊരു ചോദ്യം വരുന്നത്, അവിടെ ഒരു നല്ല ചലച്ചിത്രകാരനാവണോ എന്ന് ചോദിച്ചാൽ തിരിച്ച് ഒരു നല്ല ചലച്ചിത്രകാരൻ ഒരു നല്ല നിരൂപകനാവണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. കാരണം ഇത് രണ്ടും രണ്ട് വേറിട്ട സെഗ്മെന്റുകളോ അല്ലെങ്കിൽ രണ്ട് വേറിട്ട ട്രാക്കുകളാണ്. അപ്പോൾ ഒന്നിൽ സ്കിൽഫുള്ളായി എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റതിൽ തിളങ്ങണം എന്നില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, ചലച്ചിത്ര സാഹിത്യ വാരഫലം എഴുതിക്കൊണ്ടിരുന്ന കൃഷ്ണൻ നായർ സാറുണ്ട്, ലെജൻഡറി ആയിട്ടുള്ളൊരു റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം സാഹിത്യ നിരൂപണമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പൊടിക്ക് പറഞ്ഞാൽ വിമർശനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കൃതികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കൃതികളുടെ പിന്നെ മോഷണങ്ങൾ പുറത്തു കൊണ്ടുവരിക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സാർ ചെയ്തിരുന്നു. അപ്പോൾ സാർ ഒരിക്കലും ഒരു ചോദ്യത്തിന് പറഞ്ഞത്, സാറിനോട് ഇതുപോലെ ഇത്രയുമൊക്കെ നിരൂപിക്കാൻ കഴിയുന്ന സാറിന് എന്തുകൊണ്ടൊരു നല്ല, എന്നാൽ പിന്നെ ഒരു സാഹിത്യ കൃതി എഴുതി കാണിച്ചുകൂടെ, എല്ലാം ഉദാത്തമായി ഇതെല്ലാം പാലിക്കുന്ന. അപ്പോൾ സാറ് പറഞ്ഞത്, ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ സ്പെഷ്യലൈസേഷനും അതിൻ്റെതായ സ്കില്ലും ഉണ്ട്. അപ്പോൾ കഥ എഴുതുന്ന ആൾ കഥ എഴുതുക, നല്ല കഥ എഴുതുക, കവിത എഴുതുന്ന ആൾ നല്ല കവിത എഴുതുക, അത് നിരൂപിക്കാൻ കഴിവുള്ള ഞാൻ അത് നിരൂപിക്കുക എന്ന് പറഞ്ഞ പോലെ സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നൊരു ചില്ലറ പരിപാടിയല്ല, എഴുതുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചില്ലറ കാര്യമല്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റിനെ നന്നായി കാണുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനതിൽ എന്നെ ട്രെയിൻ ചെയ്യുന്നത് നന്നായി കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പിന്നിൽ ചെന്ന് നിന്നിട്ടത് ചെയ്യാൻ താല്പര്യം കുറവാണ്. പക്ഷേ എനിക്ക് ആ പ്രോഡക്റ്റിനോട് അത്രയും അഭിനിവേശം ഉള്ളതുകൊണ്ടാണ് അതിൽ ഞാൻ നമ്മൾ ഉൾക്കാഴ്ച എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു കാഴ്ചയോടുകൂടി അതിനെ സമീപിക്കാൻ താല്പര്യം ഉണ്ടാകുന്നത്. ഇത് രണ്ടും അതുകൊണ്ട് ഒന്നിൽ ഇപ്പം ഞാൻ ഇത്രയും ഡെപ്തിൽ കാണുന്നില്ലേ സിനിമ, എന്നാൽ എനിക്ക് നാളെ ഒരു നല്ല സിനിമ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുന്നൊരു കാര്യമുണ്ട്, ഒരു സിനിമാ നിരൂപകൻ എന്ന് പറഞ്ഞാൽ ഒരു വിമർശകനായി പോകുന്നുണ്ടോ എന്നൊരു കാര്യം അല്ലേ? അപ്പോൾ ശരിക്കും ഒരു നിരൂപകൻ ശരിക്കും ഒരു വിമർശകനാണോ? ഈ നമ്മളിപ്പോൾ ക്രിട്ടിക് എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്കിനെ ഇപ്പം മലയാളത്തിൽ നമ്മൾ അതിനൊരു മീനിങ് നോക്കിക്കഴിഞ്ഞാൽ നിരൂപകനെന്നും വിമർശകനെന്നും കാണാം. പക്ഷേ ഞാൻ വിമർശകൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ കാണുന്നത് അതിനെ ഖണ്ഡനപരമായി, അതായത് ഇത് മോശമാണ്, ഇന്ന ആസ്പെക്ട്സ് ഉള്ളതുകൊണ്ട്, ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഇത് മോശമാണ് അല്ലെങ്കിൽ ഇത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു കർമ്മത്തെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിരൂപണ രീതിയാണ് നമ്മൾ വിമർശനം എന്ന് പറഞ്ഞ് വിമർശനാത്മകമായി സമീപിക്കുക എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നത് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നിരൂപകൻ എന്നറിയപ്പെടാനാണ് കുറച്ചുകൂടി താല്പര്യപ്പെടുന്നത്. അതെന്തുകൊണ്ടെന്ന് ഞാൻ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരെളുപ്പം, നമ്മൾ 3 പേരും സിനിമ കാണുന്നു, നിങ്ങൾ 2 പേരും കാണാത്ത ഒരു കാഴ്ചപ്പാടോടുകൂടി, ഒരു വീക്ഷണകോണിലുകൂടി എനിക്ക് അതേ സിനിമയെ കാണാൻ പറ്റുകയും നിങ്ങളോട് പോലും ഞാൻ പിന്നീട് പറയുമ്പോൾ അതിന് ഇങ്ങനൊരു മാനം, ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നാൻ കഴിയുന്നൊരു രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലല്ലോ ആ ഷോട്ട് ചെയ്തത് എന്ന്, പക്ഷെ അതിനിങ്ങനൊരു മാനം ഉണ്ടായല്ലോ എന്ന് ആ ഡയറക്ടർക്ക് അല്ലെങ്കിൽ സിനിമാക്കാരന് തോന്നുന്ന വിധത്തിൽ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പറ്റുന്നിടത്ത്, അല്ലെങ്കിൽ പല വിഷയങ്ങളിലൂടെ സിനിമ എന്നുള്ള മാധ്യമത്തെ സമീപിക്കുന്നിടത്ത്, വളരെ വളരെ വൈവിധ്യമാർന്നിട്ടുള്ള സബ്ജക്റ്റുകളിലൂടെ ഒരു സിനിമയല്ല ഞാൻ പറഞ്ഞത്, സിനിമ എന്നുള്ള പല സിനിമകളുടെയും പല ആസ്പെക്ട്സിനെയും അങ്ങനെ എടുത്ത് സമീപിക്കുന്നത്, പല വീക്ഷണകോണിൽ ദൃശ്യകോണുകളിലൂടെ സിനിമയെ കാണുക എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ മോശം എന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ആ സിനിമയിൽ ഈ പറഞ്ഞ ഒരു മോശം സിനിമയിലും നമുക്ക് വേറൊരു സാധനം നമ്മൾ കാണാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ കാണാമായിരുന്നു, അല്ലെങ്കിൽ വളരെ മികച്ചൊരു സിനിമയിലും അതിന് ഇങ്ങനൊരു അർത്ഥത്തിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു എന്ന് കാണുന്ന ഒരു ഇതുണ്ട്. ആ ആംഗിളിലൂടെ ആ സിനിമയെ കാണുകയും ലോക സിനിമയിൽ നമ്മുടെ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് എവിടെ നിൽക്കുന്നു
എന്നുള്ളത് കാണുകയും സ്വയം തിരിച്ചറിയിക്കാൻ പറ്റുകയും ചെയ്യുക. ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ നിരൂപണത്തെ കാണുന്നത്. അങ്ങനെ സാറ് വിമർശിച്ച ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ ആ ഒരു സംവിധായകൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് പേര് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലരുടെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ട് ഈ പെർഫോമൻസ് ഇവിടെ എങ്ങ് നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നടൻ മുരളിയുടെ പെർഫോമൻസ് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുരഭിയുടെ പെർഫോമൻസ് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫഹദ് ഫാസിലിൻ്റെ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എഴുതിയിട്ടുമുണ്ട്. അതുപോലെ ഈ ആർട്ടിസ്റ്റ് എന്നുള്ള സിനിമയ്ക്കകത്ത് ആ നായികയുടെ പെർഫോമൻസ് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം അങ്ങനെ ചില സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും, ഇത് അത്രയും എക്സലൻ്റ് ആണ്, അപ്പോൾ ഇതിവിടെ എങ്ങനെ നിൽക്കില്ല എന്ന് തോന്നുന്ന സാധനങ്ങളുണ്ട്. അതുപോലെ ചില സിനിമകളിലെ ചില പാളിച്ചകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ് നായരുടെ ഒരിടം എന്ന് പറഞ്ഞിട്ട് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ്. ഏറ്റവും നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് കിട്ടിയ സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് പ്രദീപ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കപ്പെട്ട ഒരേ ഒരു പഠനം വന്നിട്ടുള്ളത്, അത് ഞാൻ പഠനമായിട്ട് എഴുതിയതുമല്ല, ഞാൻ അത് കണ്ടിട്ട് വാസിച്ച അത് അത്രയും ഹോണ്ട് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതെവിടേക്കാണ് നമ്മളെ വേദനിപ്പിച്ചത്, കണ്ണീരിൻ്റെ സ്പർശത്തോടു കൂടി ഇമോഷണലായിട്ട് എഴുതിയത്, ക്രിട്ടിക്കലായിട്ട് പോലും എഴുതിയതല്ല, അങ്ങനെ എഴുതിയ ഒരു വരന്ത പതിപ്പിലെ ഒരു കുറിപ്പായിരുന്നു. ആ കുറിപ്പ് അപ്പോൾ പ്രദീപൻ എന്നോട് പറഞ്ഞിട്ട് അത് മാത്രമേ വന്നിട്ടുള്ളൂ ആ സിനിമയെക്കുറിച്ചൊരു സാർത്ഥകമായൊരു പഠനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ശ്യാമപ്രസാദിൻ്റെ സിനിമകളുണ്ട്. ശ്യാമപ്രസാദിൻ്റെ സിനിമകളെല്ലാം ഞാൻ ഇതുപോലെ ഇപ്പം ഋതു, നമ്മളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നവതരംഗം, അതായത് പുതിയ ഫാസിലിൻ്റെയൊക്കെ തലമുറയിൽ വന്നിട്ടുള്ള സോ കോൾഡ് നവതരംഗം എന്ന് നമ്മൾ പറയുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമകളുടെ തുടക്കമായിട്ട് എല്ലാവരും പറയുന്നത് എല്ലാവരും പക്ഷേ ദൗർഭാഗ്യവശാൽ പറയുന്നത് രാജേഷ് പിള്ളയുടെ ട്രാഫിക്കിനെയാണ്. പക്ഷേ ഋതുവാണ് ഈ ജനസിൽ വന്ന ആദ്യത്തെ സിനിമ. അപ്പോൾ ഞാനത് എഴുതുകയും പറയുകയും എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ പറയുകയും ചെയ്തു. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു മേക്കിങ്ങിൽ നമ്മൾ ഹിന്ദിയിലെ മൾട്ടിപ്ലെക്സ് സിനിമകളുടെ ഒരു ദൃശ്യഭാഷയിൽ, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ദൃശ്യഭാഷയിൽ വന്ന ആദ്യത്തെ സിനിമ ഋതുവാണ്. അപ്പം ആ രീതിയിൽ ഞാൻ പറയുകയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇവിടെ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കണ്ടിട്ട് പറഞ്ഞു അതിനകത്ത് ഇന്ന, അപ്പോൾ പുള്ളി പറഞ്ഞു അതൊരു 3 സിനിമയ്ക്കുള്ള വസത്തിൽ ത്രെഡ് ആയിരുന്നു, അത് ചില പ്രഷറിൻ്റെ പുറത്ത് ഒരിട്ട സിനിമയാക്കേണ്ടി വന്നപ്പോഴുള്ള എല്ലാ ഹാൻഡിക്യാപ്പുകളും അതിനകത്തുണ്ട്. അപ്പം നമ്മുടെ അങ്ങനത്തെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അത് പരസ്യമായി എഴുതി അദ്ദേഹത്തിന് ഇനിയൊരു സിനിമ എടുക്കാൻ നിവർത്തിയില്ലാത്ത വിധം അദ്ദേഹത്തെ അങ്ങനെയല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളതിനകത്ത് ആ ആസ്പെക്റ്റ് പുള്ളിയോട് പറയുമായിരുന്നു. അപ്പം അങ്ങനെ പലരും ഇത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ. മാത്രമല്ല അവർ പിന്നീടും ഒരു സിനിമ ചെയ്യുമ്പം നമ്മുടെ ഒരു അഭിപ്രായം അറിയാൻ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയും അത് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്.